ഹായ് ഫ്രണ്ട്സ്, സാനൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ PN പണിക്കരുടെ ചരമദിനം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നാം വളരാൻ. കാലം മാറുന്നതനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല. എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നത്. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ PN പണിക്കർ ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിന് മികച്ച രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അടുത്ത ഒരാഴ്ച കാലം വായനാ വാരമായും ആചരിക്കുന്നു. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുഞ്ഞുണ്ണിമാഷിന്റെ വരികളാണിത്. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനക്ക് കഴിയും. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. പുസ്തകങ്ങൾ കുട്ടികളുടെ കൂട്ടുകാരാവണം. അവരെ അറിയാനും അവർക്കറിയാനുമുള്ള വേദിയാണ് വായന. വായന കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ വായനയുടെ മഹത്വം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വായിച്ചു കിട്ടുന്ന അറിവും അനുഭൂതിയും നവമാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുകയില്ല. നാളത്തെ പൗരന്മാരാകേണ്ട നമ്മൾ ഇന്നു തന്നെ വായന ഒരു ശീലമാക്കണം. അറിവ് മാത്രമല്ല, തിരിച്ചറിവ് കൂടി പകരുന്നതാണ് വായന. നമുക്കും പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. ഓരോ വർഷം കഴിയുന്തോറും വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന് നമുക്കോരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.